വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ റമദാൻ 22 എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നല്ല മഴയുണ്ട് പുറത്ത്. നമ്മളിപ്പോൾ ഇവിടെ കാനഡയിൽ വെതറൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഡെയിലി ഇന്ന് ചൂടാണെങ്കിൽ നാളെ തണുപ്പായിരിക്കും, അല്ലെങ്കിൽ മഴയായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ മടി പിടിച്ചിരുന്നതായിരുന്നു. 22 സെമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ റമദാനും കൂടിയല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ഇനു സാലും വന്നിട്ടുണ്ടായിരുന്നു. ഇനു ഒക്കെ ഇനി കുറച്ച് കാലം ഇവിടെ ഉണ്ടാവും, നമ്മൾ കൂടെയാണ് കേട്ടോ. ഇനി അവർ സ്റ്റേ ചെയ്യാൻ പോകുന്നത്, അവരിങ്ങോട്ട് മൂവ് ചെയ്താണ്. അപ്പോൾ എന്ത് വിചാരിച്ചു, അപ്പോൾ അവർ വന്നതല്ലേ, അപ്പം സെമിയുടെ ബർത്ത്ഡേയും കൂടിയല്ലേ, അപ്പോൾ എന്തായാലും കുറച്ച് കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പത്തിരി ഞാൻ നോമ്പ് ഫസ്റ്റ് എങ്ങാനോ നോമ്പിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് സമയം വേണ്ട പരിപാടിയാണല്ലോ. അപ്പോൾ ഞാൻ അത്യാവശ്യം സ്നാക്സ് ഞാൻ എല്ലാ ദിവസവും എപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. ഒരു 2-3 ആയിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സെമി പറയും പത്തിരി വേണ്ട, അതും കൂടി ഉണ്ടാക്കുമ്പോൾ ടൈം ഒരുപാട് പോവല്ലേ, വേണ്ട പറയും. പൊറോട്ടയാണ് സെമിയുടെ ഫേവറേറ്റ്. അപ്പോൾ ഒരു കറി ഉണ്ടാക്കിയ പൊറോട്ടയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ മെയിൻ ഫുഡ് ഞങ്ങൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. സ്നാക്സ് ആണ് കൂടുതൽ ഞങ്ങളിവിടെ ഡെയിലി ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാറുള്ളത്. അപ്പോൾ എന്തായാലും പത്തിരി ഞാൻ ആദ്യം തന്നെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ, നമുക്ക് വേറെ പണിയൊന്നും ബാക്കി അതിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മസാലയെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഇവർ ഇനി സാല് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ അവർ വരുന്ന വരേക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ പരിപാടികളും ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മട്ടൺ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അവർക്കൊക്കെ മട്ടൺ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത്ര മട്ടൺ ഫാൻ അല്ല, പക്ഷേ ഇതിൽ ഗ്രേവിയൊക്കെ കഴിക്കും, പീസേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ മട്ടൺ സ്റ്റൂ വെക്കാമെന്ന് വിചാരിച്ചു. മട്ടൺ സെമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തേങ്ങാപ്പാലും കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് വെക്കുന്ന സ്റ്റൂ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ, എനിക്ക് തോന്നുന്നു നോമ്പിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇത് ഡീറ്റെയിൽ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാനുണ്ടല്ലോ ഒരു സ്നാക്ക്, ഞാനിത് നാട്ടിൽ പോയപ്പോൾ കണ്ട ഒരു സ്നാക്കാണ്, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു തേങ്ങയുടെ ചമ്മന്തി ഫില്ല് ചെയ്തിട്ട് ചിക്കനും മയോണൈസും വെച്ച് ചെയ്യുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. പിന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് വെച്ചാൽ സമൂസയാണ്. സാലുവിന് ഭയങ്കര ഇഷ്ടമാണ് സമൂസ. സമൂസയുടെ ഉള്ളിൽ കുറച്ച് മയോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാനിതാ കുറച്ച് മൈദ, പിന്നെ ഒണിയൻ പൗഡർ, ഗാർലിക് പൗഡറും മയോണൈസും ചിക്കനും ഇട്ടിട്ട് ജസ്റ്റ് ഒരു മസാല ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസ് ആണ്. അതിന് ഞാൻ നഗറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ഞാൻ എയർ ഫ്രൈ ചെയ്തിട്ട് ഇതാ ഞാൻ ഒരു സൈഡിൽ മാറ്റി വെക്കുകയാണ്. ഇനി ഇതിന് വേണ്ട സോസ് ഉണ്ടാക്കാനാണ് കേട്ടോ. അതും ഞാനിതാ വൈറ്റ് സോസ് ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം പണികളൊക്കെ സ്നാക്സിൻ്റെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫില്ല് ചെയ്യുന്ന പരിപാടിയാണുള്ളത്. നോമ്പ് തുറക്കാൻ ഏകദേശം സമയം ആയി തുടങ്ങി കേട്ടോ, ഈവനിങ് ആയി. അപ്പോൾ ഇതാ എഗ് പഫ്സ് ഉണ്ടാക്കുന്നുണ്ട്. എഗ് പഫ്സ് സെമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നോമ്പിനും ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്കിവിടെ ഷീറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്, പക്ഷെ ഇത് ഷീറ്റ് എവിടെ എന്തെങ്കിലും തപ്പിപ്പിടിച്ച് സെമി കൊണ്ടുവരും, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് പ്ലെയിൻ മസാല വെച്ചിട്ടുണ്ടാക്കുന്ന കേട്ടോ, ജസ്റ്റ് മുളക് പൊടിയൊന്നും ഇടാതെ ഒരു മസാല ഉണ്ടാക്കുന്നതാണ്, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ലോഡഡ് ഫ്രൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഫ്രൈസും ചിക്കനും പിന്നെ നമ്മൾ വൈറ്റ് സോസും മയോയും കൂടി ഇട്ടിട്ട് ഞാൻ 2 ലെയറിൽ ചെയ്യും കേട്ടോ. കുറച്ച് ചീസ്, മൊസറല്ലയും ചെഡാറും വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും പിന്നെ ഇച്ചിരി കെച്ചപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇതാ ഈ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ ബേക്ക് ചെയ്യാൻ വെക്കും. അത് ഞാൻ നോമ്പ് തുറക്കുന്ന ആ ടൈം ആകുമ്പോൾ ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചേ. അടുത്ത് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നാട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ട ഒരു ഐറ്റം, പക്ഷേ ഭയങ്കര ഹൈപ്പായിരുന്നു. സെമിയുടെ ഉമ്മയുടെ നാട്ടിലുള്ള ചെറിയൊരു കുഞ്ഞു കടയിൽ ഈ ഒരു സ്നാക്ക് ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് കഴിച്ചപ്പോൾ അത് അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല, കാരണം ഫില്ലിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഞാനത് ഇവിടെ വീട്ടിലുണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടോ. അതുപോലെ ഞാനിത് സമൂസയും എല്ലാം സെറ്റ് ചെയ്തതാ ഞാൻ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹറിബറിയായിരുന്നു, നോമ്പ് തുറക്കുന്ന ടൈമായപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് എന്തായാലും ആ ടൈമായപ്പോൾ സെറ്റായിട്ടുണ്ട്. പത്തിരി പൊറോട്ട ആണ് നമ്മൾ മെയിൻ കോഴ്സായിട്ട് വിചാരിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇന്നലെ ഞങ്ങൾ സെമിയുടെ ബർത്ത്ഡേ ആയപ്പോൾ ഉണ്ടല്ലോ, സെമിക്കൊരു സർപ്രൈസ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സെമിനെ കൂട്ടിയിട്ട് തന്നെ പോയിട്ട് ഞങ്ങളിത് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെമിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നോമ്പ് പിറന്ന് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ എന്ത് ചെയ്തു, സെമി പുറത്ത് പോയ ഗ്യാപ്പിൽ ഞങ്ങൾ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഡോളറാമിൽ പോയിട്ട് 2 കാർഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാർഡും കേക്കും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാർഡിൽ ടാനിനെ കൊണ്ട് കൈ പിടിച്ച് എഴുതിപ്പിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ബെസ്റ്റ് ഡാഡിന് പറ്റിയിട്ടുള്ള ഒരു കാർഡ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു കേട്ടോ. നോമ്പ് പിറന്നു കഴിഞ്ഞിട്ട് സെമി പുറത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നൊക്കെ സെമി ഒളിഞ്ഞിരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സെമി പുറത്ത് പോയിരുന്നു. ആ ഗ്യാപ്പിൽ ഇതാ ഞാൻ പോയി കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഒക്കെ മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതിൽ ഞാൻ ഇതുവരെ സെമിക്ക് അങ്ങനെ സർപ്രൈസ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ബർത്ത്ഡേ കോൾ. പിന്നെ ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ സാലു ഇനുവിനൊരു കാർഡ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവന് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവന് നാളെ കിങ്സ്റ്റണിൽ പോകട്ടോ. അവന് സ്റ്റേ ചെയ്യുന്ന കിങ്സ്റ്റണിലാണ്. അപ്പോൾ ഇനു ഇവിടെ ഉണ്ടാവും കുറച്ച് കാലം. അപ്പോൾ ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. സെമി വരുമ്പോഴേക്കും ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. വലിയ സർപ്രൈസ് എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷെ അതെന്തായാലും പൊളിഞ്ഞു കിട്ടി. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ ജസ്റ്റ് ഒരു കുഞ്ഞ് ഡെക്കോറേറ്റ് ചെയ്യണുള്ളൂ, കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നുണ്ടല്ലോ, ഇത് ഞാൻ ഈ ഒരു സംഭവം ഞാൻ ഡോളറാമേന്ന് വാങ്ങിച്ചായിരുന്നു. ഇതിൽ രണ്ടുപേരുടെ ഫോട്ടോ വെച്ച്, ഈ ഫോട്ടോ ഞാൻ ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ ഞാൻ ഒട്ടിച്ച് വെച്ച ഫോട്ടോ എടുത്തിട്ട് ഇതിനെ മുകളിൽ തന്നെ വെച്ചു. ഇത് അടക്ക് കൊടുക്കണേ. അടക്ക് കൊടുക്ക. ഡോർ ഓപ്പൺ ആക്ക. ടാനി ഹാപ്പി ബർത്ത്ഡേ ഡാഡാ പറയും. ഹാപ്പി ബർത്ത്ഡേ പറ. മുറിക്കാന്ന് കേക്ക് മുറിക്കാന്ന്. അവര് കേക്ക് ഇല്ലല്ലോ ടാനി. കേക്ക് ഉണ്ടോ? ഡാഡക്ക് ഹഗ് ചെയ്ത് അവക്ക് കൊടുക്ക്. നീ പാട്ട് പാടിക്ക, ഹാപ്പി ബർത്ത്ഡേ ഡാഡാന്ന് പാട്. സർപ്രൈസ് ആയി പോയി. സെമിയെ ഭയങ്കര സർപ്രൈസ് ആയില്ലേ. ഞങ്ങൾ കളിയാക്കായിരുന്നു കേട്ടോ, സർപ്രൈസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നമ്മൾ ഒരു കുഞ്ഞ് സർപ്രൈസായിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു സന്തോഷമല്ലേ. ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സർപ്രൈസ് ആയില്ല, സാരമില്ല. ചെറിയൊരു വിഷമമുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. അതും പറഞ്ഞ് കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞ് കളിയാക്കിയിരുന്നു. പിന്നെ നിങ്ങൾ വിശേഷമൊക്കെ എന്തൊക്കെയാണ് അത് ചോദിച്ചില്ലല്ലോ. നോമ്പൊക്കെ തീരാനായില്ലേ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നാളെ ഒരു നോമ്പ് കിട്ടാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം ഈദ്. അങ്ങനെയാണ് ഇവിടെ പോകുന്നത്. എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷമൊക്കെ? നാട്ടിലെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പ് തീരാനായി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം കേട്ടോ. നമ്മൾ നോമ്പെടുത്തിട്ട് ഓരോ സ്നാക്സും ഓരോ ഫുഡ് ഉണ്ടാക്കലും ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളെ കാണിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആ ഒരു റൊട്ടീൻ ആയിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് മിസ് ചെയ്യുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈദിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരിക്കുമല്ലോ. ഞങ്ങൾ ഇങ്ങനെ ഈദ് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. 2-3 ഷോപ്പിലൊക്കെ പോയി നമുക്ക് പറ്റുന്ന പോലെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈദിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണല്ലോ അല്ലേ. ഞാൻ ഈ റമദാന് കുറച്ച് കണ്ടിന്യൂസ് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നല്ല കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കേട്ടോ. അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഒരു റമദാൻ എൻ്റെ വീഡിയോസൊക്കെ എനിക്ക്
ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വളരെ കുറവായിരുന്നു കണ്ടിന്യൂസ് വീഡിയോ ഇടുക എന്നുള്ളത്. പക്ഷെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തു നിന്നുള്ള എല്ലാവരുടെയും പ്രതികരണമൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമുക്കിതാ കേക്ക് കട്ടിങ് പരിപാടി, ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതാ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചത് ഒരു ചീസ് കേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ റമദാൻ നല്ല അടിപൊളിയായിട്ട് പോയിട്ടോ. സെമി ഒരു ടെക്കി കൈ ആയതുകൊണ്ട് തന്നെ മെറ്റയുടെ റെയ്ബാൻ്റെ മെറ്റ ഗ്ലാസ് ആണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത്. സെമിക്ക് ഭയങ്കര ഇഷ്ടമായി. സെമി ലിസ്റ്റിലിട്ട ഒരു സാധനം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.